ഓഫ് യു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാനിംഗ് ആണ് പഠിച്ചത് അല്ലേ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫീച്ചേഴ്സ് ഓഫ് പ്ലാനിംഗ് ആണ്. ഫീച്ചേഴ്സ് ഓഫ് പ്ലാനിങ്ങിൽ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് പോയിൻ്റ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊന്ന് ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചെന്ന് തോന്നുന്നു. അപ്പോൾ ഫീച്ചേഴ്സ് ഓഫ് പ്ലാനിങ്ങിൽ ഒന്നാമതായിട്ട് പറഞ്ഞിരിക്കുന്നത് പ്ലാനിംഗ് ഫോക്കസസ് ഓൺ അച്ചീവിങ്. പ്ലാനിംഗ് ഫോക്കസസ് ഓൺ അച്ചീവിങ് ഓബ്ജക്റ്റീവ്സ്. പ്ലാനിംഗ് ഫോക്കസസ് ഓൺ അച്ചീവിങ് ഓബ്ജക്റ്റീവ്സ് എന്നാണ്. അപ്പോൾ ഈ പ്ലാനിംഗ് ഫോക്കസസ് ഓൺ അച്ചീവിങ് ഓബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ പ്ലാനിംഗ് ഫോക്കസ് ചെയ്യുന്നു എന്തിനാണ്? ലക്ഷ്യം നേടുന്നതിൽ ഫോക്കസ് ചെയ്യുന്നതാണ്. പ്ലാനിംഗ് എന്ന് പറയുന്നത് ലക്ഷ്യം. എവരി ഓർഗനൈസേഷൻ ഹാസ് എൻ ഓബ്ജക്റ്റീവ്. പ്ലാനിംഗ് എന്ത് ചെയ്യുന്നു? പ്ലാനിംഗ് ഫോക്കസസ് ഓൺ അച്ചീവിങ് ഓബ്ജക്റ്റീവ്സ്. ഓർഗനൈസേഷണൽ ഓബ്ജക്റ്റീവ്സ്. ഓർഗനൈസേഷൻ ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം ആർജിക്കുന്നതിൽ പ്ലാനിംഗ് ഫോക്കസ് ചെയ്യുന്നതാണ്. പ്ലാനിംഗ് എന്തിനാസ്പദമാക്കി മുമ്പോട്ട് പോകുന്നു? എല്ലാ ഓർഗനൈസേഷൻ്റെയും ലക്ഷ്യം ആസ്പദമാക്കി മുമ്പോട്ട് പോകുന്നു. ഈ പ്ലാനിംഗ് നടത്തുന്ന പ്ലാനിംഗ് നടത്തുന്നവരെ പ്ലാനേഴ്സ് എന്ന് പറയുന്നത് മാനേജർമാരാണ്. അപ്പോൾ പ്ലാനിംഗ് നടത്തുന്ന ആളുകൾ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം ആസ്പദമാക്കി സ്റ്റെപ്പുകളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നെന്ന് പറയാം. പ്ലാനിംഗ് ഡെവലപ്സ് സ്റ്റെപ്സ്. പ്ലാനിംഗ് ഡെവലപ്സ് സ്റ്റെപ്സ് ടു അച്ചീവ് ഓർഗനൈസേഷണൽ ഓബ്ജക്റ്റീവ്സ്. പ്ലാനിംഗ് ഡെവലപ്സ് സ്റ്റെപ്സ് ടു അച്ചീവ് ഓർഗനൈസേഷണൽ ഓബ്ജക്റ്റീവ്സ് എന്ന് നമുക്ക് പറയാം. പ്ലാനിംഗ് സ്റ്റെപ്പ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നു, വികസിപ്പിക്കുന്നു. എന്താണ്? ടു അച്ചീവ് ഓർഗനൈസേഷണൽ ഓബ്ജക്റ്റീവ്സ്. ഓർഗനൈസേഷൻ്റെ ലക്ഷ്യം ആർജിക്കുന്നതിന് പ്ലാനിംഗ് സ്റ്റെപ്പ് ഡെവലപ്പ് ചെയ്യുന്നു, വികസിപ്പിക്കുന്നു. മനസ്സിലായല്ലോ? 1 കോടി രൂപ 2020 പ്രോഫിറ്റ് ഉണ്ടാക്കണം. അതാണ് ഓർഗനൈസേഷൻ്റെ ലക്ഷ്യം. അതിനാവശ്യമായ സ്റ്റെപ്പുകൾ പ്ലാനിംഗ് വികസിപ്പിക്കുന്നു. അതിനുള്ള മാർഗങ്ങൾ പ്ലാനിംഗ് വികസിപ്പിക്കുന്നു. ഇതാണ് ഒന്നാമത്തെ പോയിൻ്റ് പറയുന്നത്. ഇനി അടുത്തത് നോക്കിക്കോ. പ്ലാനിംഗ് ഈസ് എ പ്രൈമറി ഫങ്ഷൻ ഓഫ് മാനേജ്മെൻ്റ് എന്നാണ്. പ്ലാനിംഗ് ഈസ് എ പ്രൈമറി ഫങ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ്. പ്ലാനിംഗ് എന്ന് പറയുന്നത് എന്താണ്? മാനേജ്മെൻറ്റിൻ്റെ നടത്തിപ്പിനെ സംബന്ധിച്ച് പ്രൈമറി ഫങ്ഷനാണ്, പ്രാഥമിക ധർമ്മമാണ്. അതായത് പ്ലാനിംഗ് എന്ന് പറയുന്നത് മാനേജ്മെൻറ്റിനെ സംബന്ധിച്ച് പ്രാഥമികമായ കാര്യമാണ്. ഇപ്പോൾ ഒരു പ്രാഥമികമായ കാര്യമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഒരു കുട്ടിയെ സംബന്ധിച്ച് ഒരു കുട്ടിക്ക് പഠനം കാര്യങ്ങളെ സംബന്ധിച്ച് പ്രാഥമികം എന്ന് പറയുന്നത് എന്താണ്? LKG ക്ലാസ്, UKG കണ്ടില്ലേ? അപ്പോൾ പ്രാഥമികം എന്ന് പറയുന്നത് LKG. അതുപോലെ ഒരു വീട് വയ്ക്കുന്നതിന് പ്രാഥമിക കാര്യം എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ ഫൗണ്ടേഷനാണ്, അടിസ്ഥാനമാണ്. അപ്പോഴേ അത് പ്രാഥമിക കാര്യം എന്ന് പറയാം. അതേപോലെ പ്ലാനിംഗ് എന്ന് പറയുന്നത് ഈസ് എ പ്രൈമറി ഫങ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ്. പ്ലാനിംഗ് എന്ന് പറയുന്നത് എല്ലാ മാനേജ്മെൻറ്റ് ഫങ്ഷൻസിൻ്റെയും പ്രാഥമികമായ ഒന്നാണ് എന്നാണ്, പ്രഥമ സ്ഥാനം അർഹിക്കുന്ന ഒന്നാണ് എന്ന് പറഞ്ഞാൽ എല്ലാ മാനേജ്മെൻറ്റ് ഫങ്ഷൻസ്, മാനേജീരിയൽ ഫങ്ഷൻസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? പ്ലാനിംഗ്. അതുപോലെ ഒന്നാമത്തെ മാനേജീരിയൽ ഫങ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? പ്ലാനിംഗ് ആണ്. രണ്ടാമത്തെ മാനേജ്മെൻറ്റ് ഫങ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഓർഗനൈസിങ് ആണ്. ഓർഗനൈസിങ്. ഇതെല്ലാം ഓരോ ചാപ്റ്ററാണ് കേട്ടോ. ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ ഏതാ? പ്ലാനിംഗ് അല്ലേ. അടുത്ത ചാപ്റ്റർ ഓർഗനൈസിങ് വരും. അങ്ങനെ അപ്പോഴേ ഓർഗനൈസിങ് ആണ്. അതുപോലെ തന്നെ ഫസ്റ്റ് BCom നിങ്ങൾ പോകുമ്പോഴും ഇതെല്ലാം ആവശ്യമായിട്ട് വരുന്നതാണ്. അപ്പോൾ ഓർഗനൈസിങ്, അതുപോലെ സ്റ്റാഫിങ്, അതുപോലെ ഫോർത്ത് ഫങ്ഷൻ എന്ന് പറയുന്നത് ഡിറക്റ്റിംഗ് ആണ്. ഫിഫ്ത്ത് ഫങ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? കൺട്രോളിംഗ് ആണ്. ഇപ്പോൾ പ്ലാനിംഗ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഫങ്ഷൻ, ആസൂത്രണം എന്ന് പറയുന്നത് ഫസ്റ്റ് ഫങ്ഷനാണ്. ഓർഗനൈസിങ് എന്ന് പറഞ്ഞാൽ സംഘാടകം എന്ന് പറയാം. സംഘടിപ്പിക്കൽ എന്നുള്ള അർത്ഥമുള്ളത്. അതുപോലെ സ്റ്റാഫിംഗ് എന്ന് പറയുമ്പോൾ ഉദ്യോഗവൽക്കരണം എന്ന് മലയാളത്തിൽ പറയാം. ഡിറക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ സംവിധാനം ചെയ്യൽ. കൺട്രോളിംഗ് എന്ന് പറഞ്ഞാൽ നിയന്ത്രിക്കൽ. ഇത്രയാണ് ഒരു സ്ഥാപനത്തിൻ്റെ മാനേജീരിയൽ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ആൾ മാനേജീരിയൽ ഫങ്ഷൻസ്
all other managerial functions are based on planning. എല്ലാ മാനേജീരിയൽ ഫങ്ഷൻസും എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ്? പ്ലാനിങ്ങിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ്. എല്ലാ മാനേജീരിയൽ ഫങ്ഷൻസും ഓർഗനൈസിങ് അവിടെയുണ്ട് പ്ലാനിങ്, സ്റ്റാഫിങ് അതിലും വരും പ്ലാനിങ്, അതുപോലെ ഡിറക്റ്റിംഗ് അതിലും ഉണ്ട് പ്ലാനിങ്, അതുപോലെ കൺട്രോളിങ്ങിലും വരും പ്ലാനിങ്. അപ്പോൾ എല്ലാ മാനേജ്മെൻറ്റ് ഫങ്ഷൻസും ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ്? ആൾ അതർ മാനേജീരിയൽ ഫങ്ഷൻസ് ആർ ബേസ്ഡ് ഓൺ പ്ലാനിങ്, ആസൂത്രണത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഇതിന് പ്രത്യേക ഒരു പേരുണ്ട്. ഇങ്ങനെ എല്ലാ മാനേജ്മെൻറ്റ് ഫങ്ഷൻസും പ്ലാനിങ്ങിനെ അടിസ്ഥാനമാക്കി എന്നുള്ളതാണ് എന്ന് പറയുന്നതിന് ഇങ്ങനെ പറയാറുണ്ട്. എന്താണ്? പ്രൈമസി ഓഫ് പ്ലാനിങ് എന്ന് പറയാറുണ്ട്. പ്രൈമസി ഓഫ് പ്ലാനിങ്, അതായത് പ്ലാനിങ്ങിൻ്റെ പ്രാഥമികത്വം എന്നുള്ളതാണ്. പ്ലാനിങ്ങിൻ്റെ ആസൂത്രണത്തിൻ്റെ പ്രാഥമികത്വം എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പോൾ ഇത് ഒരു പ്രധാനപ്പെട്ട പോയിൻ്റാണ്. പ്ലാനിങ് ഈസ് എ പ്രൈമറി ഫങ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ്. അവിടെ നമ്മൾ ഓർക്കേണ്ട എന്താണ്? ആൾ അതർ മാനേജീരിയൽ ഫങ്ഷൻസ് ആർ ബേസ്ഡ് ഓൺ പ്ലാനിങ്. ദിസ് ഈസ് റെഫേർഡ് ടു പ്രൈമസി ഓഫ് പ്ലാനിങ്. എല്ലാ മറ്റ് മാനേജ്മെൻറ്റ് ഫങ്ഷൻസും പ്ലാനിങ്ങിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഇതിനെ എന്തെന്ന് പറയുന്നു? പ്രൈമസി ഓഫ് പ്ലാനിങ് എന്ന് പറയുന്നു. പ്ലാനിങ്ങിൻ്റെ പ്രാഥമികത്വം എന്ന് പറയുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്ത നോക്ക്. പ്ലാനിങ് ഈസ് പെർവസീവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്ലാനിങ് ഈസ് പെർവസീവ്. പ്ലാനിങ് എന്ന് പറയുന്നത് പെർവസീവാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് പ്ലാനിങ് പെർവസീവ് എന്ന് പറഞ്ഞാൽ? പ്ലാനിങ് പെർവസീവ് എന്ന് പറഞ്ഞാൽ പ്ലാനിങ്ങിൻ്റെ സർവ്വവ്യാപിത്വം എന്നുള്ളതാണ്. പ്ലാനിങ് എന്ന് പറയുന്നത്, ആസൂത്രണം എന്ന് പറയുന്നത് എന്താണ്? സർവ്വവ്യാപിത്വം. ആസൂത്രണം എന്ന് പറയുന്നത് എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളതാണ്. പ്ലാനിങ് എന്ന് പറയുന്നത് എന്താണ്? എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നു എന്നാണ്. എന്താണ് എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ? ഹിരണ്യകശിപു അല്ലേ, നിങ്ങൾ കേട്ട് കാണും. പ്രഹ്ലാദൻ നാരായണ ഭക്തനാണ്. ഹിരണ്യകശിപു പ്രഹ്ലാദൻ്റെ പിതാവ്. ഹിരണ്യകശിപു എന്ന് പറയുന്നത് നാരായണന് എതിരായിട്ട് പ്രവർത്തിക്കുന്ന, നാരായണനെ ശത്രുവായി എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണനെ ശത്രുവായി കാണുന്ന ഒരു വ്യക്തിയാണ് ആര്? ഹിരണ്യകശിപു. അപ്പോൾ എപ്പോഴും പ്രഹ്ലാദൻ, ഹിരണ്യകശിപുവിൻ്റെ മകൻ, എപ്പോഴും നാരായണായ നമ എന്ന് പറയുമ്പോൾ ഒരിക്കൽ ദേഷ്യപ്പെട്ട് ഹിരണ്യകശിപു പ്രഹ്ലാദനോട് പറയുന്നുണ്ട്, എവിടെ നിൻ്റെ നാരായണൻ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഉടനെ പ്രഹ്ലാദൻ പറയുന്നുണ്ട്, എന്താണ്? തൂണിലും കല്ലിലും തുരുമ്പിലും എല്ലായിടത്തും എൻ്റെ നാരായണനുണ്ട്. അപ്പോൾ ഹിരണ്യകശിപു കൊട്ടാരത്തിൻ്റെ ഒരു തൂണ് കാണിച്ചിട്ട്, ഈ തൂണിലും നാരായണനുണ്ടോ എന്ന് ചോദിക്കുന്നു. ഉണ്ട് എന്ന് പറയുന്നു. എല്ലായിടത്തും സർവ്വവ്യാപിയാണ് എൻ്റെ നാരായണൻ എന്ന് പറയുന്നു. ഹിരണ്യകശിപു തൂണ് ഗദയെടുത്ത് അടിച്ച് പൊളിക്കുന്നതായിട്ടാണ്. അതിൽ നിന്ന് നരസിംഹം വന്ന് ഹിരണ്യകശിപുവിനെ വധിക്കുന്നതായിട്ടാണ്. ആ കഥയൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ നമുക്ക് എല്ലായിടത്തും കാണുന്നു. പ്ലാനിങ്ങും അതുപോലെ എല്ലായിടത്തും കാണുന്ന ഒന്നാണ്, സർവ്വവ്യാപിയാണ് എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഇതാണ്. മാനേജ്മെൻറ്റിൻ്റെ ലെവൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? മാനേജ്മെൻറ്റിൻ്റെ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ് ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചില്ലേ? ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്. അതായത് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ മാനേജ്മെൻറ്റിൻ്റെ തലങ്ങൾ എന്നാണ്. മാനേജ്മെൻറ്റിൻ്റെ തലങ്ങൾ എന്ന് പറയുമ്പോൾ വിവിധ തലങ്ങളുണ്ട്. എന്തൊക്കെയാണ് വിവിധ തലങ്ങൾ? ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്. അതിൽ ഒന്നാമത്തെ തലത്തെ നമ്മളെന്ത് പറയുന്നു? പറയൂ, ഒന്നാമത്തെ തലം എന്താണ്? നിങ്ങൾ പഠിച്ചതാണ്. അതെ, എന്താണ്? ടോപ്പ് മാനേജ്മെൻറ്റ്. TOP, ടോപ്പ് മാനേജ്മെൻറ്റ്. അതായത് ഉന്നത തല മാനേജ്മെൻറ്റ് എന്നാണ്. ഉന്നത തല മാനേജ്മെൻറ്റ്. ഇനി അടുത്തതെന്ന് പറയുന്നത് എന്താണ്? MIDDLE, മിഡിൽ ലെവൽ മാനേജ്മെൻറ്റാണ്. മധ്യതല മാനേജ്മെൻറ്റാണ്.
ഇനി അടുത്തതെന്ന് പറയുന്നത് സൂപ്പർവൈസറി മാനേജ്മെൻറ്റാണ്. എന്താണ്? സൂപ്പർവൈസറി മാനേജ്മെൻറ്റാണ്. അപ്പോൾ നോക്ക്, 3 ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റാണ്. ടോപ്പ് മാനേജ്മെൻറ്റ്, മിഡിൽ മാനേജ്മെൻറ്റ്, സൂപ്പർവൈസറി മാനേജ്മെൻറ്റ്. ഈ സൂപ്പർവൈസറി മാനേജ്മെൻറ്റിനെ ലോവർ ലെവൽ മാനേജ്മെൻ്റ് എന്നും പറയാറുണ്ട്. പക്ഷേ കൂടുതൽ കറക്റ്റ് എന്ന് പറയുന്നത് സൂപ്പർവൈസറി മാനേജ്മെൻ്റ് എന്നോ അല്ലെങ്കിൽ ഓപ്പറേഷണൽ മാനേജ്മെൻ്റ് എന്നോ പറയുന്നതായിരിക്കും. അപ്പോൾ ഞാനിവിടെ പറഞ്ഞുകൊണ്ട് വന്നത് പ്ലാനിങ് ഈസ് പെർവസീവ് എന്നാണ്, അല്ലേ? പ്ലാനിങ് എന്ന് പറയുന്നത് എല്ലായിടത്തും കാണുന്ന ഒന്നാണ് എന്ന് പറഞ്ഞാൽ പ്ലാനിങ് ഈസ് റിക്വയർഡ് ആൾ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് ആൾ ഡിപ്പാർട്ട്മെൻറ്റ്സ്. ദർ ആർ സോ മെനി ഡിപ്പാർട്ട്മെൻറ്റ്സ് ഇൻ ആൻ ഓർഗനൈസേഷൻ. പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ്, സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ്, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇങ്ങനെ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്. അതുപോലെ there are 3 levels of management: top, middle, supervisory. Planning is required at all levels of management and all departments. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും, പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ്, സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ്, അങ്ങനെയുള്ള എല്ലാ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇങ്ങനെയുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും പ്ലാനിങ് ആവശ്യമാണ്. അതേപോലെ എല്ലാ ലെവൽസിലും പ്ലാനിങ് ആവശ്യമാണ്. മാനേജ്മെൻറ്റിൻ്റെ എല്ലാ തലങ്ങളിലും ആവശ്യമാണ്. എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം, ടോപ്പ് മാനേജ്മെൻ്റ് എന്ന് പറയുമ്പോൾ ടോപ്പ് മാനേജ്മെൻറ്റ് എന്ത് ഏറ്റെടുക്കുന്നതെന്ന് അറിയാമോ? പ്ലാനിങ് ആസ് എ ഹോൾ എന്ന് നമുക്ക് പറയാം. ടോപ്പ് മാനേജ്മെൻറ്റ് അണ്ടർടേക്സ് പ്ലാനിങ്. ടോപ്പ് മാനേജ്മെൻറ്റ് അണ്ടർടേക്സ് പ്ലാനിങ് ആസ് എ ഹോൾ. അതായത് പ്ലാനിങ് എന്ന് പറയുന്നത് മൊത്തത്തിലുള്ള പ്ലാനിങ്, ഒരു സ്ഥാപനത്തിൻ്റെ മൊത്തത്തിലുള്ള ആസൂത്രണം. അതിന് ആര് ഉത്തരവാദിയാണ്? ടോപ്പ് മാനേജ്മെൻറ്റ്. എല്ലാ കാര്യങ്ങളുടെ ആസൂത്രണത്തിന് ആരാണ് ഉത്തരവാദി? ടോപ്പ് മാനേജ്മെൻറ്റ്. അപ്പോൾ ടോപ്പ് മാനേജ്മെൻറ്റ് അണ്ടർടേക്സ് പ്ലാനിങ് ആസ് എ ഹോൾ. മൊത്തത്തിലുള്ള പ്ലാനിങ് ആര് ഏറ്റെടുക്കുന്നു? ടോപ്പ് മാനേജ്മെൻറ്റ് ഏറ്റെടുക്കുന്നു. നെക്സ്റ്റ് വി ക്യാൻ ഗോ ടു മിഡിൽ മാനേജ്മെൻറ്റ്. മിഡിൽ മാനേജ്മെൻറ്റ് അണ്ടർടേക്സ്, മിഡിൽ മാനേജ്മെൻറ്റ് എന്ത് ഏറ്റെടുക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ഡിപ്പാർട്ട്മെൻ്റൽ പ്ലാനിങ്. മിഡിൽ മാനേജ്മെൻറ്റ് അണ്ടർടേക്സ് ഡിപ്പാർട്ട്മെൻ്റൽ പ്ലാനിങ്. ഡിപ്പാർട്ട്മെൻ്റൽ പ്ലാനിങ് ആണ് DEPARTMENTAL. ഡിപ്പാർട്ട്മെൻ്റൽ പ്ലാനിങ്. ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് ഞാൻ നേരത്തെ പറഞ്ഞില്ല, പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ്, സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ്, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇങ്ങനെ ഒരുപാട് ഡിപ്പാർട്ട്മെൻ്റ് ഇല്ലേ? ആ ഡിപ്പാർട്ട്മെൻ്റൽ പ്ലാനിങ് ആണ് ആര് ഏറ്റെടുക്കുന്നത്? മിഡിൽ മാനേജ്മെൻറ്റ് ഏറ്റെടുക്കുന്നത്. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് വി ക്യാൻ ഗോ ടു സൂപ്പർവൈസറി മാനേജ്മെൻറ്റ് ഓർ ഓപ്പറേഷണൽ മാനേജ്മെൻറ്റ്. സൂപ്പർവൈസറി മാനേജ്മെൻറ്റ് അണ്ടർടേക്സ് ഡേ ടു ഡേ ഓപ്പറേഷണൽ പ്ലാനിങ്. സൂപ്പർവൈസറി മാനേജ്മെൻറ്റ് അണ്ടർടേക്സ് ഡേ ടു ഡേ ഓപ്പറേഷണൽ പ്ലാനിങ്. സൂപ്പർവൈസറി മാനേജ്മെൻറ്റ് ഏറ്റെടുക്കുന്നത് ഡേ ടു ഡേ ഓപ്പറേഷണൽ പ്ലാനിംഗ് ആണ്. ദൈനംദിന പ്രവർത്തനത്തെ സംബന്ധിച്ചുള്ള ആസൂത്രണം ആര് ഏറ്റെടുക്കുന്നു? സൂപ്പർവൈസറി മാനേജ്മെൻറ്റ് ഏറ്റെടുക്കുന്നു. ക്ലിയർ ആയല്ലോ? അപ്പോൾ പ്ലാനിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് പെർവസീവ്. ഇറ്റ് ഈസ് റിക്വയർഡ് അറ്റ് ആൾ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് ആൾ ഡിപ്പാർട്ട്മെൻറ്റ്സ്. ഫോർ എക്സാമ്പിൾ വി ക്യാൻ സേ ടോപ്പ് മാനേജ്മെൻറ്റ് അണ്ടർടേക്സ് പ്ലാനിംഗ് ആസ് എ ഹോൾ. Middle management undertakes departmental planning and supervisory management undertakes day to day ദൈനംദിന ഓപ്പറേഷണൽ പ്ലാനിങ്. ദൈനംദിന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ദിനം പ്രതിയുള്ള ഇന്ന്, നാളെ, മറ്റന്നാൾ, അങ്ങനെ ദൈനംദിന പ്രവർത്തനം സംബന്ധിച്ചുള്ള പ്ലാനിങ് ഏറ്റെടുക്കുന്നത് ആരാണ്? സൂപ്പർവൈസറി മാനേജ്മെൻ്റ് ആണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പ്ലാനിങ് ഈസ് പെർവസീവ്. ക്ലിയർ ആയല്ലോ? അത് മനസ്സിലായല്ലോ? ഇനി അടുത്ത് നോക്ക്. പ്ലാനിങ് ഈസ് കണ്ടിന്യൂസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്ലാനിങ് ഈസ് കണ്ടിന്യൂസ്. പ്ലാനിങ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണ്, തുടർച്ചയായ ഒരു പ്രക്രിയയാണ് പ്ലാനിങ് എന്നാണ്. പ്ലാനിങ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് കണ്ടിന്യൂസ്. അത് പ്ലാനിങ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു പ്ലാൻ എന്ന് പറയുന്നത് ഒരു നിശ്ചിത കാലത്തേക്കാണ് കമ്പനികൾ തയ്യാറാക്കുന്നത്. ഒരു പ്ലാൻ, ആ പ്ലാൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഫോർ എ സ്പെസിഫിക് പീരിയഡ് ഓഫ് ടൈം എന്ന് പറയാം.
ഒരു ഫിക്സഡ് പീരീഡ്, ഒരു പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം, ഒരു ഫിക്സഡ് പീരീഡിന് വേണ്ടിയാണ് ഒരു പ്ലാൻ തയ്യാറാക്കി വയ്ക്കുന്നത്. ഉദാഹരണത്തിന് അത് എങ്ങനെയൊക്കെ തയ്യാറാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്ലാനിങ് എന്ന് പറയുന്നത് എങ്ങനെയൊക്കെ തയ്യാറാക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, it is prepared for example you can say a plan may be prepared for a month, ഒരു മാസത്തേക്ക് പ്ലാൻ തയ്യാറാക്കി വയ്ക്കാം. ഓർ എ ക്വാർട്ടർ, ഒരു ക്വാർട്ടറിലേക്ക് പ്ലാൻ തയ്യാറാക്കി വയ്ക്കാം. ഓർ ഇയർ, ഒരു വർഷത്തേക്ക് പ്ലാൻ തയ്യാറാക്കി വയ്ക്കാം. അതായത് പ്ലാൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഫോർ എ സ്പെസിഫിക് പീരിയഡ് ഓഫ് ടൈം എന്ന് പറയാം. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഫോർ എ ഫിക്സഡ് പീരിയഡ് ഓഫ് ടൈം. ഫോർ എക്സാമ്പിൾ യു ക്യാൻ സേ ഇറ്റ് മേ ബി പ്രിപ്പയർഡ് ഫോർ എ മന്ത്, ഒരു മാസത്തേക്ക് പ്ലാൻ തയ്യാറാക്കി വയ്ക്കാം. അല്ലെങ്കിലോ ഇറ്റ് മേ ബി പ്രിപ്പയർഡ് ഫോർ എ ക്വാർട്ടർ. ക്വാർട്ടർ എന്ന് പറയാൻ അറിയാമോ? ക്വാർട്ടർ എന്താണ്? ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ 3 മാസത്തേക്ക് തയ്യാറാക്കി വയ്ക്കാം. ഓർ എ ഇയർ, അല്ലെങ്കിൽ ഒരു വർഷത്തേക്ക് പ്ലാൻ തയ്യാറാക്കി വയ്ക്കാം. ഒരു വർഷത്തേക്ക് 2020 ഒരു പ്ലാൻ തയ്യാറാക്കി വയ്ക്കാം. ഇവിടെ ഇപ്പോൾ സെപ്റ്റംബറിലേക്ക് പ്ലാൻ തയ്യാറാക്കി വെച്ചു. ഇനി ഒക്ടോബർ മാസത്തേക്ക് പ്ലാൻ തയ്യാറാക്കി വെച്ചു. ഒക്ടോബർ അവസാനിച്ചു കഴിഞ്ഞാൽ 31 ഒക്ടോബർ ആയി കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്ത് ചെയ്യുന്നു? എ പ്ലാൻ ഈസ് പ്രിപ്പയർഡ് ഫോർ എ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ഒക്ടോബർ 31 അവസാനമാകുമ്പോൾ നവംബറിലേക്ക് ഒരു പ്ലാൻ തയ്യാറാക്കി വയ്ക്കും. നവംബർ അവസാനിക്കുമ്പോൾ ഡിസംബറിലേക്ക് പ്ലാൻ തയ്യാറാക്കി വയ്ക്കും. ഇങ്ങനെ ഒന്നുകിൽ ഓരോ മാസത്തേക്ക് ഒരു പ്ലാൻ തയ്യാറാക്കി വയ്ക്കുന്നു, അല്ലെങ്കിൽ 3 മാസത്തേക്ക് പ്ലാൻ തയ്യാറാക്കി വയ്ക്കുന്നു, അല്ലെങ്കിൽ ഒരു വർഷത്തേക്ക്. 2020 ഡിസംബർ വരെയുള്ള പ്ലാൻ തയ്യാറാക്കി കഴിഞ്ഞാൽ ആ 2020 ഡിസംബർ അവസാനിക്കുമ്പോൾ 2021 ജനുവരി മുതൽ 2021 ഡിസംബർ വരെയുള്ള ഒരു പ്ലാൻ കമ്പനി തയ്യാറാക്കി വയ്ക്കും. പിന്നെ 2021 ഡിസംബർ കഴിഞ്ഞാൽ 2022 ജനുവരി മുതൽ. അങ്ങനെ പ്ലാൻ എന്ന് പറയുന്നത് എന്താണ്? പ്ലാനിങ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. ഇറ്റ് ഈസ് എ നെവർ എൻഡിങ് പ്രോസസ്സ്. ഒരിക്കലും അവസാനിക്കാത്ത ഒരു പ്രക്രിയയാണ് പ്ലാനിങ്. അപ്പോഴവിടെ നമ്മൾ എന്ത് പറയണം? എ പ്ലാൻ ഈസ് പ്രിപ്പയർഡ് ഫോർ എ സ്പെസിഫിക് പീരിയഡ് ഓഫ് ടൈം. That is for a month, a quarter or a year. At the end of that period, ആ പീരീഡ് അവസാനിക്കുമ്പോൾ a new plan is prepared for future. A new plan is prepared for future. Thus planning is a continuous process. അങ്ങനെ പ്ലാനിങ് എന്ന് പറയുന്നത് എന്താണ്? ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് എന്ന് നമുക്ക് പറയാം. ക്ലിയർ ആയല്ലോ? അത് മനസ്സിലായല്ലോ? ഇനി അടുത്തതായിട്ട് പറയുന്നത് പ്ലാനിങ് എന്ന് പറയുന്നത് എന്താണ്? ഫ്യൂച്ചറിസ്റ്റിക് ആണെന്നാണ്. പ്ലാനിങ് എന്ന് പറയുന്നത് എന്താണ്? പ്ലാനിങ് ഈസ് ഫ്യൂച്ചറിസ്റ്റിക്. FUTURISTIC. പ്ലാനിങ് എന്ന് പറയുന്നത് ഫ്യൂച്ചറിസ്റ്റിക് ആണ്. പ്ലാനിങ് എന്ന് പറയുന്നത് ഭാവിയിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒന്നാണ്. എന്ന് പറയാൽ ഇപ്പോഴും നമുക്ക് പറയാം പ്ലാനിങ് ഷോസ് ദി വേ ടു ഫേസ് ഫ്യൂച്ചർ ഈവൻറ്റ്സ് എഫക്റ്റീവ്ലി. പ്ലാനിങ് ഷോസ് ദി വേസ് ടു മീറ്റ് ദി ഫ്യൂച്ചർ ഈവൻറ്റ്സ് എഫക്റ്റീവ്ലി. ഫലപ്രദമായിട്ട് ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു? ഫലപ്രദമായിട്ട് തരണം ചെയ്യുന്നതിന് പ്ലാനിങ് സഹായിക്കുന്നതാണ്. നിങ്ങളിപ്പോൾ രാവിലെ വീട്ടിൽ നിന്നിറങ്ങിയപ്പോൾ ഇറങ്ങാൻ ഭാവിച്ച സമയത്ത് നിങ്ങളുടെ അമ്മ നിങ്ങളോട് വിളിച്ച് പറയണം, മഴ പെയ്യാനുള്ള സാധ്യതയുണ്ടെന്ന് തോന്നുന്നു, ചിലപ്പോൾ നീ വൈകിട്ട് സ്കൂൾ വിട്ട് വരുമ്പോൾ മഴ പെയ്യാൻ സാധ്യതയുണ്ട്, ഒരു കാര്യം ചെയ്യുക, കുടയും കൂടെ എടുത്തോ എന്ന് പറയുന്നു. അപ്പോൾ നിങ്ങൾ കുട കരുതുന്നു. അത് നിങ്ങളുടെ അമ്മയുടെ പ്ലാനിങ് ആണ്. അവിടെ സൂക്ഷ്മം ഇത് സ്കൂൾ വിട്ട സമയത്ത് പെരുമഴ പെയ്യാൻ തുടങ്ങി. അപ്പോൾ ഭാവിയിലുണ്ടാകാൻ സാധ്യതയുള്ള കാര്യങ്ങളെ ഫലപ്രദമായിട്ട് മീറ്റ് ചെയ്യാൻ സഹായിക്കുകയാണ് പ്ലാനിങ് സഹായിക്കുന്നു.
അതാണ് പ്ലാനിങ് ഈസ് ഫ്യൂച്ചറിസ്റ്റിക് എന്ന് പറയുന്നത്. ഇപ്പോൾ തന്നെ ഞാൻ ഇങ്ങോട്ട് വന്ന വഴിക്ക് എയർ പൊല്യൂഷൻ സെൻറ്ററിലെല്ലാം ഇപ്പോഴേ ആളുകൾ കാത്ത്, അതായത് ഞാനിപ്പോൾ ഇവിടെ വന്നത് രാവിലെ 8 മണിക്ക് ഞാനിവിടെ എത്തി. അപ്പോൾ റോഡ് സൈഡിൽ ആ എയർ പൊല്യൂഷൻ സെൻറ്ററിലെല്ലാം ആളുകൾ കാറും ബൈക്കും ഒക്കെ ഇട്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? എയർ പൊല്യൂഷൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടിയാണ്. അപ്പോൾ ആ വന്നിരിക്കുന്ന ആളുകൾ പ്ലാനിങ് നടത്തിയിരിക്കുകയാണ്. ഈ എയർ പൊല്യൂഷൻ്റെ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ പോയി കഴിഞ്ഞാൽ ചെക്കിംഗ് ഉണ്ടാവും. ചെക്കിംഗ് ഉണ്ടാകുമ്പോൾ പിഴ ചുമത്തും. പിഴയെന്ന് പറയുന്നത്, ഫൈൻ എന്ന് പറയുന്നത് ഇപ്പോൾ വളരെ കൂടുതലാണ്. 1000, 500 ആ രീതിയിൽ പോകും. എയർ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങുന്നതിന് 60 രൂപയോ അങ്ങനെ എങ്ങാണ്ട് ഉള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇതുവരെ ഇത് എൻ്റെ മനസ്സിലുണ്ടെങ്കിൽ എയർ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഞാൻ എടുത്തിട്ടില്ല. എടുക്കണം, ഈ തിരക്ക് കഴിയുമ്പോഴേ എടുക്കണം. അപ്പോൾ ഇത് എയർ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് എടുക്കുക എന്ന് പറയുന്നത് പ്ലാനിംഗ് ആണ്. ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള കാര്യത്തെ ഫലപ്രദമായിട്ട് മീറ്റ് ചെയ്യുന്നതിന് പ്ലാനിംഗ് സഹായിക്കുന്നു. ഇപ്പോൾ പ്ലാനിംഗ് ഈസ് ഫ്യൂച്ചറിസ്റ്റിക്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പറയണം? പ്ലാനിംഗ് ഷോസ് ദി വേ ടു ഫേസ് ഫ്യൂച്ചർ ഈവൻറ്റ്സ് എഫക്റ്റീവ്ലി. ദിസ് പ്ലാനിംഗ് ഈസ് ഫ്യൂച്ചറിസ്റ്റിക്. മനസ്സിലായല്ലോ? ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള കാര്യങ്ങളെ ഫലപ്രദമായിട്ട് തരണം ചെയ്യുന്നതിന് പ്ലാനിംഗ് വഴി കാണിച്ചു തരുന്നു. അങ്ങനെ പ്ലാനിംഗ് ഭാവിയെ സങ്കല്പിച്ചുകൊണ്ടുള്ള കാര്യമാണ്. അടുത്ത നോക്ക്. പ്ലാനിംഗ് ഇൻവോൾവ്സ് INVOLVES. പ്ലാനിംഗ് ഇൻവോൾവ്സ് ഡിസിഷൻ മേക്കിംഗ്. പ്ലാനിംഗ് എന്ന് പറയുന്നത്, പ്ലാനിങ്ങിൽ എന്ത് ഉൾപ്പെടുന്നു? പ്ലാനിംഗ് ഇൻവോൾവ്സ് ഡിസിഷൻ മേക്കിംഗ്. തീരുമാനങ്ങൾ എടുക്കുന്ന കാര്യം പ്ലാനിങ്ങിൽ ഉൾപ്പെടുന്നതാണ്. ശരിയായ തീരുമാനം എടുക്കുന്നതിന് പ്ലാനിംഗ് സഹായിക്കുന്നതാണ്. അപ്പോൾ ഒരു ഫലപ്രദമായ ഒരു തീരുമാനം, നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു തീരുമാനം, അതായത് ഒരു ഗുഡ് ഡിസിഷൻ എടുക്കുന്നതിന് പ്ലാനിംഗ് സഹായിക്കുന്നതാണ്. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് there are so many methods to achieve an objective. What is the best method? Planner makes a deep study about that best method. After that he selects that best method. ഇതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പ്ലാനിംഗ് ഇൻവോൾവ്സ് ഡിസിഷൻ മേക്കിംഗ്. പ്ലാനിംഗ് ഇൻവോൾവ്സ് ഡിസിഷൻ മേക്കിംഗ് by selecting the best alternative among various alternatives. Planning involves decision making by selecting the best alternative among various alternatives. പല മാർഗങ്ങളുണ്ട് ലക്ഷ്യം ആർജിക്കുന്നതിന്. ഞാൻ മുമ്പ് അത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പല മാർഗങ്ങളുണ്ട്. 1 കോടി രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിന് പല മാർഗങ്ങളുണ്ട്, അല്ലേ? അപ്പോൾ അതിൽ ഏതാണ് ബെസ്റ്റ് മെത്തേഡ് എന്നുള്ളത് പ്ലാനിങ്ങിലൂടെ എന്ത് ചെയ്യുന്നു? ആ ബെസ്റ്റ് മെത്തേഡ് സ്വീകരിക്കൽ, ശരിയായ ഒരു തീരുമാനം എടുക്കൽ, അതിന് ഏത് സഹായിക്കുന്നതാണ്? പ്ലാനിങ് സഹായിക്കുന്നു. ലക്ഷ്യം ആർജിക്കുക, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് +2-ന് നല്ല മാർക്ക് വാങ്ങുക. അപ്പോൾ +2-ന് നല്ല മാർക്ക് വാങ്ങുക. +1-ന് മാർക്ക് കുറവായിരുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ +2-ന് നല്ല മാർക്ക് വാങ്ങണം. കാരണം എന്തെന്ന് വെച്ചാൽ ഒരു 96% ഒക്കെ മാർക്കുണ്ടെങ്കിൽ നമുക്ക് നല്ല കോളേജുകളിൽ അഡ്മിഷൻ നമുക്ക് കിട്ടും. ഒരു 96% മാർക്കൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ ആരെയും പേടിക്കേണ്ട കാര്യമില്ല. നല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോളേജിൽ തന്നെ, എല്ലാ കോളേജും നല്ലത് തന്നെ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോളേജിൽ തന്നെ അഡ്മിഷൻ കിട്ടും. ഇപ്പോൾ ഫാറ്റിമ കോളേജ് അല്ലെങ്കിൽ കൊല്ലം SN അല്ലെങ്കിൽ വർക്കല SN, അപ്പോൾ അങ്ങനെ അടുത്തുള്ള കോളേജുകളിൽ അഡ്മിഷൻ, കൊട്ടിയം MMNSS കോളേജ്, അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കോളേജിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾ പ്ലാനിങ് നടത്തി വെച്ചിരിക്കുകയാണ്. ലക്ഷ്യം ആർജിക്കുന്നതിന് പല മാർഗങ്ങളുണ്ട്. നല്ലതുപോലെ പഠിക്കുക, പഠിച്ചതിന് ശേഷം എഴുതി നോക്കുക, ഇങ്ങനെ പല മാർഗങ്ങളുണ്ട്. ഒരു കാര്യം പഠിച്ചതിന് ശേഷം നമ്മൾ റീകളക്റ്റ് ചെയ്ത് നോക്കുക. അതൊക്കെ ഈ മെമ്മറി പവർ എന്ന് പറയുന്നത് നമുക്ക് കുറഞ്ഞു വരുന്ന, ഓരോ വർഷം കഴിയുന്തോറും നിങ്ങളുടെ മെമ്മറി പവർ കുറഞ്ഞു വരും, യാതൊരു സംശയവും ഇല്ല. ഇപ്പോഴേ ഉള്ള തലമുറയെ സംബന്ധിച്ച് ഓർമ്മശക്തി എന്ന് പറയുന്നത് വളരെ കുറവാണ്. സെൽഫോണിൻ്റെ അമിതമായ ഉപയോഗിക്കൽ മൂലം കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞു വരുന്നുണ്ട്. പലർക്കും തലവേദന ഉണ്ട്. മനസ്സിലായില്ലേ? പലതും ഓർമ്മയിൽ നിൽക്കുന്നില്ല, പല കാര്യങ്ങളും ഓർമ്മയിൽ നിൽക്കുന്നില്ല. പെൻ എടുത്തെന്നാണ് വിചാരിച്ചത്, പക്ഷേ ക്ലാസ്സിൽ വന്നപ്പോഴേ പേനയില്ല. പെൻ എടുത്തു വെച്ചതായിട്ട് നമുക്ക് തോന്നുന്നു, ബാഗിൽ നമ്മൾ പേന എടുത്തു വെച്ചു എന്നാണ് നമ്മളെ വിചാരം. പക്ഷേ വീട്ടിൽ ചെന്ന് നോക്കിയപ്പോഴേ പേന നമ്മൾ വെച്ചിരിക്കുന്ന സ്ഥാനത്ത് തന്നെ ഇരിപ്പുണ്ട്. ഓർമ്മ
ശക്തി കുറഞ്ഞു വരുന്നു. അപ്പോൾ ഞാനിവിടെ പറയുന്നതാണ്, പ്ലാനിങ് ഇൻവോൾവ്സ് ഡിസിഷൻ മേക്കിംഗ് എന്ന പോയിന്റിൽ നമ്മൾ പറയേണ്ടത് ദർ ആർ സോ മെനി മെത്തേഡ്സ് ടു അച്ചീവ് ആൻ ഓബ്ജക്റ്റീവ്. ഒരു ലക്ഷ്യം ആർജിക്കുന്നതിന് പല മാർഗങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ ജൂൺ മാസം മുതൽ തന്നെ എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ പഠിപ്പിക്കുന്നതെല്ലാം അപ്പോഴപ്പോഴും പഠിച്ച് എഴുതി നോക്കി മുമ്പോട്ട് പോവുകയാണ്. ജൂൺ മുതൽ തന്നെ നല്ലതുപോലെ പഠിക്കണം എന്ന് നിങ്ങൾ തീരുമാനിച്ചു. അപ്പോൾ മാർച്ചിലെ എക്സാം നിങ്ങൾക്ക് നന്നായിട്ട് എഴുതാം. അതൊരു മാർഗം. ചിലരെങ്ങനെയല്ല വിചാരിക്കുന്നത്, ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സൊക്കെ അല്ലേ നടക്കുന്നത്, പതുക്കെയൊക്കെ പഠിച്ചാൽ മതി, ഇനി പരീക്ഷ ഉണ്ടാകുന്ന എങ്ങനെ അറിയാം എന്നൊക്കെയാണ് ചിലരുടെ വിചാരം. തെറ്റായ വിചാരങ്ങളാണത്. ഇപ്പോൾ എക്സാമൊക്കെ കൃത്യസമയത്ത് തന്നെ നടക്കും. കളിച്ച് നടക്കുന്ന ആളുകൾ വളരെ സൂക്ഷിക്കുക. മനസ്സിലായില്ലേ? ഇതൊക്കെ ഒരു തമാശയായിട്ട് നടക്കുന്ന ആളുകൾ വളരെ സൂക്ഷിക്കണേ. അപ്പോഴേ എക്സാമൊക്കെ കൃത്യസമയത്ത് തന്നെ നടക്കും. വാരി വലിച്ചിട്ട് ജയിപ്പിക്കത്തൊന്നുമില്ല, അങ്ങനെയൊന്നും വിചാരിക്കരുത്. ജയിച്ചിട്ടും കാര്യമൊന്നുമില്ല, കോളേജിൽ അഡ്മിഷൻ കിട്ടത്തില്ല. നല്ല മാർക്ക് സ്കോർ ചെയ്താലേ കോളേജിൽ അഡ്മിഷൻ കിട്ടൂ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നു ജൂൺ മുതലേ പഠിക്കണം. വേറൊരു കുട്ടി വിചാരിക്കുന്നു ഡിസംബർ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞിട്ട് പഠിച്ചു തുടങ്ങാം, പിന്നെ ഉണ്ടല്ലോ 2 മാസം